മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മുടെ ഈ പരിപാടി. ആ ചരിത്രത്തോടൊപ്പം ജീവിച്ച ഒരാളുമായിട്ടാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. അത് എന്റെ ഉപ്പാപ്പായാണ്. 12 വർഷക്കാലം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായും ഏതാനും മാസങ്ങൾ ചെയർമാനായും 21ാം നൂറ്റാണ്ടിലേക്ക് ഈ പട്ടണത്തെ കൈപിടിച്ച് ഉയർത്തിയ ചില പ്രമുഖരിൽ ഒരാളായ ശ്രീ പി മുസ്തഫ പിള്ളയാണ് അദ്ദേഹം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ 50 ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ 80 കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഈ ഡോക്ടർ ഐസക് സ്ഥാനാർത്ഥി ആയ തെരഞ്ഞെടുപ്പിൽ അത് ഈ അടുത്ത കാലത്താണ്. അപ്പൊ പാർട്ടി തീരുമാനിച്ചു ഞാനും കേശവൻ നായരും കൂടി ഡോക്ടർ ഐസക്കിനെ കണ്ട് സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെടണം, സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഡോക്ടർ വള്ളക്കാലി ആശുപത്രിയില് ഡ്യൂട്ടിയില് അവിടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് പോവുക, ഞങ്ങൾ ഓരോ ഓട്ടോയിൽ പോവുക. ഓട്ടോയിൽ പോയപ്പോ വള്ളക്കാലി ജംഗ്ഷൻ ഇങ്ങനെ റൗണ്ടാണുള്ളത്. അവിടെ എത്തിച്ചതിന് മുമ്പ് ഒരു ബസ് വന്ന് ഓട്ടോയിൽ ഇടിച്ചു പുറയില്. ഞങ്ങളെല്ലാം കൂടി എനിക്കാ കൂടുതൽ വരും. അവിടുത്തെ ഓടയെന്ന് പറഞ്ഞാൽ വളരെ താഴ്ചയുള്ള ഓടയാ, 4 അടി താഴ്ചയുള്ളതാണ്. അതിലേക്ക് വീണു 4 റിപ്സ് ഒടിഞ്ഞു. വാരിയിൽ 4 ഇടുന്നായി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പരിക്കുകൾ. അങ്ങനെ അപ്പൊ ഹൗസിംഗ് ബോർഡിലാ താമസിക്കണേ. വേഗം ആ ബസ്സിൽ വന്ന ആൾക്കാര് നോക്കിയപ്പോ എന്നെ അറിയുന്നവര് പലരും ഉണ്ടായിരുന്നു. വേഗം നിർത്തുന്നു പറഞ്ഞ് ബസ് നിർത്തിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് എന്നെ പൊക്കി ആശുപത്രിയിലാക്കി, ഗവൺമെന്റ് ആശുപത്രിയിലാക്കി. അപ്പൊ അവിടെ ഞങ്ങൾ ഹൗസിംഗ് ബോർഡിൽ താമസിക്കില്ലേ, അവിടെ ശാന്ത സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, ഡ്യൂട്ടിയായിരുന്നു. അതൊക്കെ വേണ്ട ശുശ്രൂഷയൊക്കെ നൽകി, വേണ്ട ചെക്കപ്പൊക്കെ നടത്തി. ഇത് ശരിയാവില്ല, എറണാകുളത്ത് കൊണ്ടുപോകുന്നു. എറണാകുളം ജനറൽ ആശുപത്രി കൊണ്ടുപോയിക്കോ. അവിടെ ജോൺ എന്ന് പറയുന്ന ബോണിന്റെ അസ്ഥിയുടെ ഒരു നല്ല ഫൈൻ ഡോക്ടറുണ്ട്, പുള്ളിയെ കണ്ടാൽ മതി നോക്കും. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോവുക. അപ്പൊ ഞാൻ അനാഥയാണ്, ആരുമില്ലാന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് ഒരാൾ വന്നു. പിന്നെ യൂസുഫ് കൊച്ചപ്പ കേട്ടറിഞ്ഞ ഇങ്ങനെ അവിടെ വന്നു. അവർ രണ്ടുപേരും ഞാനും കൂടി വണ്ടിയിൽ കയറി എറണാകുളത്ത് ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റാക്കി. ജനറൽ വാർഡിലാണ് അഡ്മിറ്റാക്കിയത്. കൂടെ വന്നവരെ അവിടൊന്ന് മാറ്റാനോ വേറെ പേവാർഡ് എടുക്കാനോ ഒന്നും നോക്കിയില്ല. അവിടെ കിടത്തിയിട്ട് അവര് വൈകുന്നേരം ആയപ്പോഴത്തേക്കും സ്ഥലം വിട്ടു. അപ്പോഴത്തേക്കും ആരിസും ഉമ്മയൊക്കെ വന്നു, എല്ലാവരും വന്നു. അത് പോയപ്പോ ഉണ്ടോന്നറിയില്ല. അപ്പോഴത്തേക്കും വിളിച്ചു പറഞ്ഞായിരുന്നു ശാന്തി സിസ്റ്റർ അവരുടെ വീട്ടിലേക്കും അഡ്വക്കേറ്റ് കേശവൻ നായരുടെ വീട്ടിലേക്കും വിളിച്ചു പറഞ്ഞ് ഞാനിങ്ങനെ ഇവിടെ കിടക്കുകയാണ്, ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു. അവരെയും കരഞ്ഞ് വേളുണ്ടാക്കി എല്ലാം എത്തിയില്ലേ. അങ്ങനെ ഞാൻ ആശുപത്രിയിലെ ജനറൽ വാർഡിൽ കിടക്കുമ്പോൾ പലരും കേട്ടറിഞ്ഞ് എന്നെ അറിയാവുന്നവർ എറണാകുളത്തുള്ളവർ പലരും വരിക. ആ കൂട്ടത്തിൽ ഹൈക്കോടതി ജഡ്ജ് ഉണ്ടായിരുന്നു, കെ ബാലകൃഷ്ണൻ. ഇന്നാളെ വരെ സർക്കാർ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളെ കണ്ടു. പുള്ളി വന്നപ്പോൾ തന്നെ ഡോക്ടർമാരൊക്കെ കൂടി എന്താന്നൊക്കെ അവിടെ തന്നെ കൂടി എല്ലാവരും പുള്ളി നിർദ്ദേശിച്ചു അവരോട് പുള്ളി പേവാർഡിലേക്ക് മാറ്റിയേക്കാൻ പറഞ്ഞു എന്നെ. അങ്ങനെ പേവാർഡിലേക്ക് മാറ്റി അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു.
സാമ്പത്തികമൊന്നും അന്നേരം കയ്യിലില്ല. പിന്നെ വന്നൊരു വല്ലതുമൊക്കെ കാശ് തന്നു അങ്ങനെ കഴിയണം. അങ്ങനെ നിൽക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് അവിടെ PKV വന്നു. PKVയും വന്നു, PS ശ്രീനിവാസൻ എന്ന റവന്യൂ മന്ത്രിയായിരുന്നു. P ശ്രീനിവാസനും K മുരളി അവർ 3 പേരും കൂടി എന്നെ കാണാൻ വന്നു ആശുപത്രിയിൽ. എന്നെ കണ്ടു. അവര് വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായില്ലേ. ആശുപത്രി സ്റ്റാഫിന്റെയും ഡോക്ടേഴ്സിന്റെ എല്ലാം ശ്രദ്ധ അവിടെയായി. അങ്ങനെ വന്ന വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഡോക്ടറുടെ നിർദ്ദേശമൊക്കെ കൊടുത്ത് അവര് പോയി. അവര് പോയതിന് ശേഷം നല്ല ട്രീറ്റ്മെന്റാണ് പിന്നെ കിട്ടിയത്. അവര് വന്നു പോയ പിന്നെ അങ്ങനെ അവിടെ കിടന്നു കുറച്ച് ദിവസം. 10 ദിവസം അവിടെ കിടന്നു. 10 ദിവസം കിടന്നിട്ട് ഇവിടെ ഈ ബാൻഡേജ് ഇട്ടു. ഇങ്ങനെ വട്ടം ബാൻഡേജ് ഇട്ടു. ഇത് പിടിച്ച ഇവിടെ ഒടിഞ്ഞു പോയത് ഇത് ചെയ്യാനൊക്കില്ലല്ലോ. ലെവലിൽ ഇത് വച്ചിട്ട് ബാൻഡേജ് പുറം വരെ ഇങ്ങനെ ചുറ്റിനും ഇട്ടു. പൊയ്ക്കോളാൻ പറഞ്ഞു. പൊയ്ക്കോളാം, ഡേറ്റ് പറഞ്ഞു 3-ാം തീയതി വരാൻ. ആ ഡേറ്റിന് വന്നപ്പോൾ എടുത്ത് കിടന്നു. ഓക്കെ ആയി. അങ്ങനെ ഒരു സംഭവം PKV ആയിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് അവരുടെ അടുത്ത് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. എന്നെ അറിയുന്നതാ, നന്നായിട്ട് അറിയുന്നവരാ. ശ്രീനിവാസനും അതെ. ശ്രീനിവാസന്റെ അടുത്ത് ഒരു തവണ ഞാൻ പോയി. ആരിസിന് പണിക്ക് വേണ്ടി പോയി. ഒരു കത്ത് തന്നുന്നുണ്ട് കണ്ണൻദേവൻ കമ്പനിയിൽ മൂന്നാറ്. അപ്പൊ അവിടുത്തെ മൊത്തം യൂണിയന്റെ ഒരു ലീഡറുണ്ട്, കുര്യൻ എന്ന് പറഞ്ഞ ഒരാള്. അയാള് ഇന്നും കട്ടിലെ കിടക്കുവാണെങ്കിലും അയാൾ അവിടുത്തെ ഭയങ്കര നേതാവാ. തോട്ടം തൊഴിലാളികളുടെ കംപ്ലീറ്റ് നേതാവാ. അപ്പൊ ആളെ എത്ര എടുക്കുന്നുണ്ടെങ്കിലും എത്ര ആൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അയാളറിയും. കമ്പനിക്ക് അങ്ങനെ നേരിട്ട് എടുക്കുകയല്ല. അയാളുടെ അടുത്ത് ഞാൻ കത്ത് കൊടുത്തു. ശ്രീനിവാസൻ തന്നെ പുള്ളി കൈമലെത്തി. നമ്മൾ പാർട്ടിയുടെ നോമിനിയല്ലേ. അങ്ങനെയായി. ഞാനൊന്ന് പോരുകയും ചെയ്തു. പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞു. കാര്യം എവിടെ ശരിയായില്ല. അങ്ങനെ ഒരു പണിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ ഒന്നും സംഭവിച്ചില്ല. PKVന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേതൃപാഠങ്ങൾ എന്തൊക്കെയാ? വളരെ നല്ല ഡീലിങ്. ചിരിച്ച പുള്ളിയും പറഞ്ഞോളൂ, സംസാരിക്കുള്ളൂ. ഏത് കാര്യം ചിരിച്ച കാര്യങ്ങൾ പറയും. ഡീലിംഗ് ഒക്കെ വളരെ നല്ല. യമങ്കോന്മാരുടെ കാര്യം പറഞ്ഞ കാര്യ. ചിരിച്ച ദേഷ്യം വരുമ്പോഴും ചിരിച്ച് വർത്താനം പറയും. സന്തോഷം വരുമ്പോൾ സന്തോഷവും. അങ്ങനെയാണ്. പ്രകടനം നടത്താനും പിക്കറ്റിംഗ് നടത്താനും ഒക്കെ തീരുമാനിച്ചിരുന്നു പാർട്ടി. അപ്പൊ പാർട്ടി സെക്രട്ടറി ഞാനായിരുന്നു. 76-ലാണ് അടിയന്തരാവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോഴും നോട്ടീസൊക്കെ പബ്ലിഷ് ചെയ്ത് പോസ്റ്ററൊക്കെ പഠിച്ച് ഉഷാറായിട്ട് ഇങ്ങനെ ശരിക്കും പാഠം പഠിപ്പിച്ചേക്കാം ഇന്ദിരാഗാന്ധിനെ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. പിറ്റേ രാത്രി പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങുക. രാവിലെ 6 മണിക്ക് മുൻപ് ഒരു വണ്ടി പോലീസ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് വീടിന് ചുറ്റും നിന്ന് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ 2 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിന്നു. പിന്നെ ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണ് സംഭവം, അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ജാഥ നടത്താൻ തീരുമാനിച്ചിട്ടില്ലേ, അപ്പൊ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പൊക്കി അവിടുന്ന്. പിന്നെ 6 മണിക്ക് എന്നെ പൊക്കിക്കൊണ്ടുപോയി. വേറൊരാളെയും കൂടെ മൂവാറ്റുപുഴയിൽ നിന്ന് പൊക്കി അയാളുടെ വീട്ടിൽ പോയി. മത്തായി കുഞ്ഞിനെ CM. അങ്ങനെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചായയൊക്കെ മേടിച്ചു തന്നു. അവിടെ നിർത്തിയിട്ട് വൈകുന്നേരം വരെ 7 മണി കഴിഞ്ഞപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ആ പ്രകടനം പൊളിക്കുക,
പിന്നെ നേതാവ് ലീഡർഷിപ്പ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുക, ഒരു 10 പോലീസ് എന്നാൽ പിന്നെ ഇവരെ ഡിസ്പോസ് ഇതായി പൊയ്ക്കോളും എന്നൊക്കെയുള്ള ധാരണയിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ അതേപോലെ വേറൊരു തവണ പോലീസ് വീട് വളർന്നു എൻ്റെ. ഞാൻ കഞ്ഞിയും ചമ്മന്തിയും കുടിച്ചുകൊണ്ടിരിക്കുക രാത്രി 10 മണിക്ക് താമസിച്ച ചെന്നത്. കുടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ താമസിക്കണ ആ പാലമില്ലേ, പാലം പെരുമറ്റം പാലം, അതിന്റെ ഇപ്പുറം റൈറ്റ് സൈഡിലെ വീടില്ലേ അവിടെയായിരുന്നു. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഒരു പോലീസുകാരൻ പിഴക്കാപ്പള്ളിയിലെ കോളനിയില് രാത്രി 2 മണിയായപ്പോ ചെന്നു. സിവിൽ വേഷത്തിലാണ് നിന്നത്. അറിയില്ല എന്ന് പറയണോ അവിടെ ഉള്ളവര്, പോലീസാണെന്നുള്ളത് അറിയില്ല എന്ന് അവര് പറയണു. പോലീസുകാരന് സിവിൽ വേഷത്തിലായിരുന്നു, ഷർട്ടും കൊണ്ടുമൊക്കെ പാൻറ്റൊക്കെ. അപ്പൊ അത് ആ കേസിൽ ഇയാളെ പിടിച്ചു കിട്ടിയിട്ട കേസില് 4-5 പ്രതികളുണ്ടായിരുന്നു. 4-5 പ്രതികള് ആ കോളനിയിലെ താമസക്കാര്. അതിൽ ഒരാളെ നമ്മുടെ അടിയാക്കുക. അപ്പൊ ഞാൻ ഈ പ്രതികൾക്ക് വേണ്ടി ഒരു 4-5 തവണ പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ ആളെ കൊണ്ടുവരാം, ജാമ്യം കിട്ടണം, ജാമ്യം കിട്ടാൻ പറ്റില്ല, അങ്ങനെയാണ് ഈ കൊണ്ടുവരാം എന്ന് ഞാൻ പല പ്രാവശ്യം ചെന്ന് പറഞ്ഞു. അവര് വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഇട്ട് നോക്കിയില്ല. ഇങ്ങനെ 3-4 പ്രാവശ്യം ഞാൻ ഇവർക്ക് വേണ്ടി ചെന്നപ്പോഴ് പോലീസ് വിചാരിച്ച് എന്റെ കസ്റ്റഡിയിലുണ്ട് ഈ ആളുകള് എന്നോർത്ത് ഒരു ദിവസം രാത്രി ഒരു വണ്ടി പോലീസായിട്ട് വന്ന് എന്റെ വീടിന് ചുറ്റും നിന്ന് തപ്പി. എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. എന്നെ മാത്രം കിട്ടി. അവിടെ ഞാൻ പറഞ്ഞു, അങ്ങനെ വച്ചുകൊണ്ടിരിക്കുവോ? ഞാൻ എന്തായി പറയണത്? എനിക്കറിയാൻ പാടില്ല നിങ്ങൾ വന്ന് പൊക്കുമെന്നുള്ളത്. അതുകൊണ്ട് അപ്പൊ അത്ര ഫ്രീ ആയിട്ട് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, മനസ്സിലായില്ലേ? ആ അടിയന്തരാവസ്ഥയാണെങ്കിലും 72 കമ്മ്യൂണിസ്റ്റ് ഭരണ ഇവിടെ, കമ്മ്യൂണിസ്റ്റ് അച്യുതമേനോന്റെ ഭരണ, അതിന്റെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പൊ അന്ന് ഇവിടെ ഇരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ വന്ന് ചാർജ് എടുത്ത് എന്നെ കാണാൻ വന്നു. ചുമ്മാ പാർട്ടി നേതാവാണ്, സെക്രട്ടറിയാണ്, കാണാൻ വന്നു. കണ്ട വർത്താനമൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്തു. പുള്ളിയാണ് പിന്നെ ജീപ്പിലെ ആളുമായിട്ട് പിന്നെ വേറൊരു ദിവസം അതവരുടെ ഡ്യൂട്ടി. അങ്ങനെ സംസാരിച്ച് ആ കേസ് ഞാൻ പിന്നെ ഹാജരാക്കി ജാമ്യം എടുത്ത് വിട്ടു. അത്രേ ഉള്ളൂ, അത് തീർന്നു. ഇനി ഒന്നുമില്ല, എല്ലാം മടക്കി കെട്ടിക്ക് പറ്റില്ല എനിക്ക്.